അല്ല, അതങ്ങനെയൊന്നും അല്ല നമ്മൾ കാണേണ്ടത്. അതിന്റെ വസ്തുതകൾ അതൊന്നും അതുപോലൊന്നും അല്ലല്ലോ. ഈ പിന്നെ അവിടെ CMRL കൊടുത്തിട്ടുള്ള ഹർജി, ഡൽഹി ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുള്ള പിന്നെ ഹർജിയിൽ അവർ പറയുന്നത് ഇത് പിന്നെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ്, ഇൻകം ടാക്സിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് സെറ്റിൽ ചെയ്തൊരു ഇഷ്യൂ ആണ്. ആ സെറ്റിൽ ചെയ്ത ഇഷ്യൂവിൽ പിന്നെ പേജ് 70-ലാണ് പറയുന്നത് ഇത് സംബന്ധിച്ച് ഇനി ഒരു തർക്കത്തിന് സ്കോപ്പില്ല, ഫൈനലാണ്, ഇത് സംബന്ധിച്ച് മറ്റ് വ്യവഹാരങ്ങൾ പാടില്ല എന്നുള്ളത് അടക്കം പറയുന്നുണ്ട്. ആ 70-ാം പേജിൽ അതടക്കം ഉച്ചരിച്ചുകൊണ്ടാണ് അവർ കൊടുത്തിരിക്കുന്നത്. ആ വിഷയമാണ് ഇന്ന് പരിഗണിച്ചത്, ജസ്റ്റിസ് പരിഗണിച്ചത്. അപ്പോഴാണ് സെപ്റ്റംബർ 2-ാം തീയതി, കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 2-ാം തീയതി ഈ കേസ് ഏറ്റവും ഒടുവിലെടുക്കുമ്പോൾ പിന്നെ സുബ്രഹ്മണ്യൻ പ്രസാദ് ഇത്തരത്തിൽ അദ്ദേഹത്തിന് മുമ്പാകെ ഒരു ഓറൽ പ്ലീ വന്നിരുന്നു കപിൽ സിബലിന്റെ, അത് അദ്ദേഹം അഡ്മിറ്റ് ചെയ്തു. ഇതാണ് ഇന്ന് പറഞ്ഞത്. അപ്പോ അങ്ങനെ ഉണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് ഇപ്പോഴത്തെ ജഡ്ജിന് അത് സംബന്ധിച്ച് വ്യക്തതയൊന്നുമില്ല, രേഖകളില്ല, അതുകൊണ്ട് വ്യക്തതയില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ചെയ്തത്, എനിക്കതിൻ്റെ അകത്തൊന്നും തീരുമാനം എടുക്കാൻ കഴിയില്ല, അത്തരം രേഖകളൊന്നും ഇവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് പറയേണ്ടത് ആ ജഡ്ജാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ബെഞ്ചിലേക്ക് ഇത് മാറ്റുകയാണ്. അദ്ദേഹം ഇനി അത് തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞാണ് 22-ാമത്തേക്ക് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ CMRLന്റെ ആവശ്യം പിന്നെ ഈ SFIOയ്ക്ക് ഇത്ര ഒരു അന്വേഷണം നടത്താൻ അധികാരമില്ല എന്നുള്ള ആവശ്യം അംഗീകരിച്ചു കിട്ടണമെന്നുള്ളതാണ്. അത് സംബന്ധിച്ചാണ് പിന്നെ വാക്കാൽ ഒരു പരാമർശം ഉണ്ടായി എന്ന് കപിൽ സിബല് ഇവിടുന്ന് കോട്ട് ചെയ്തത്. സെപ്റ്റംബർ 2-ലെ കാര്യം പറഞ്ഞ് കോട്ട് ചെയ്തത്. അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞ എനിക്ക് അറിഞ്ഞുകൂടെ, രേഖയില്ല, അത് അദ്ദേഹം തന്നെ തീരുമാനിക്കട്ടെ ആ ജഡ്ജിന്റെ ബെഞ്ചിലേക്ക് പോസ്റ്റ് ചെയ്ത് വിടുന്നത്. അതങ്ങനെയാണ് അത് നിൽക്കുന്നത്. അത് ആ കാര്യത്തിൽ എന്താണ് വേണ്ടത് എന്നുള്ളത് അവിടെ നിൽക്കുന്നു. പിന്നെ സജീവൻ പറഞ്ഞ കാര്യത്തിൽ ഒരു ചെറിയ തിരുത്ത് എനിക്ക് പറയാനുള്ളത്, ഇവിടെ ഈ പിന്നെ കൊച്ചിയില് SFIO കൊടുത്ത ചാർജ് ഷീറ്റ് ഉണ്ടല്ലോ, കഴിഞ്ഞ ആഴ്ച കൊടുത്തത്, ദിവസങ്ങൾക്ക് മുമ്പ് കൊടുത്തത്, അതിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ വ്യക്തമായി പേരെടുത്ത് പറഞ്ഞത് തന്നെയാണ് അവരതിൽ പരാമർശിച്ചിട്ടുള്ളത്. ഒരു പ്രധാനപ്പെട്ട സംഗതി അത് തന്നെയാണ്. ഇന്ന് അദ്ദേഹത്തിന്റെ, മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിന് നിദാനമായത് ആ പരാമർശമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം തുടക്കത്തിൽ പറയുന്നുമുണ്ട്, പ്രത്യക്ഷത്തിലല്ല പരോക്ഷമായി സൂചിപ്പിക്കുകയാണ്, കോടിയേരിയെ കുറിച്ച് അങ്ങനെ പരാമർശിച്ചില്ല, പക്ഷെ എന്റെ പേര് പറഞ്ഞാണല്ലോ റിപ്പോർട്ട് തുടങ്ങുന്നത് എന്ന് തന്നെ അദ്ദേഹം സൂചിപ്പിക്കുന്നുമുണ്ട് അവിടെ. എന്നിട്ടാണ് ബാക്കി കാര്യങ്ങളിലേക്ക് വരുന്നത്. അപ്പോൾ അത് അതിന്റെ കൂടെ വെളിച്ചത്തിലായിരിക്കണം മുഖ്യമന്ത്രി അങ്ങനെ അത്രയും ഓപ്പൺ ആയിട്ട് അത് സംസാരിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതുകൊണ്ടാണ് ഞാൻ താങ്കളുടെ ആ കാര്യത്തിൽ എനിക്കൊരു ചെറിയ തിരുത്തുണ്ട് എന്ന് പറഞ്ഞത്, ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്. ഏതായാലും ഇത്തരം കാര്യത്തിൽ എന്താണോ SFIO എടുത്തിട്ടുള്ള നിലപാടെന്താ, ഞങ്ങൾക്ക് അധികാരമുണ്ട്, പിന്നെ ഇത് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് സെറ്റിൽ ചെയ്ത കേസാണെങ്കിൽ പോലും SFIOയ്ക്ക് ഏത് ഫ്രോഡുലന്റ് കേസും അന്വേഷിക്കാൻ അധികാരമുണ്ട്. ഇതാണ് അവർ സ്വീകരിച്ചിട്ടുള്ള സ്റ്റാൻഡ്. ആ സ്റ്റാൻഡ് അങ്ങനെ ആവില്ല എന്ന് ഉറപ്പ് കൊടുത്തുമാണ് പിന്നെ കപിൽ ഇന്ന് പറഞ്ഞിട്ടുള്ളത്. അത് സംബന്ധിച്ച് വ്യക്തത വരുത്താനായിട്ടാണ് 22-ാം തീയതി പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതവിടെ നിൽക്കട്ടെ. അതവിടെ നിൽക്കുമ്പോൾ കേരളത്തിൽ ഇത് ED, അപ്പോൾ ഇടയ്ക്ക് ഒരു കാര്യം, പിന്നെ പ്രിയ സുഹൃത്ത് അഡ്വക്കേറ്റ് മഞ്ജുളാവൻ ജയൻ പറഞ്ഞ ഒരു കാര്യത്തില് ഇന്ന് അഡ്വക്കേറ്റ് കപിൽ പറഞ്ഞു എന്നാണ് പറയുന്നത്, ED അവിടെ വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ആവശ്യപ്പെടുന്നത് എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് പ്രിയ സുഹൃത്തെ, എനിക്ക് കിട്ടിയ ഡീറ്റെയിൽഡ് ഇൻപുട്സിൽ അങ്ങനത്തെ വാദം കാണുന്നതേ ഇല്ല കേട്ടോ, കപിൽ സിബൽ അങ്ങനെ പറഞ്ഞതായിട്ട്. ഞാൻ ഒന്നുകൂടെ ക്രോസ് ചെക്ക് ചെയ്തോളാം. ഏതായാലും എനിക്ക് കിട്ടിയ ഇൻപുട്സ് ഡീറ്റെയിൽഡ് ഇൻപുട്ടാണ്. അദ്ദേഹത്തിന്റെ ഓൺലൈൻ ഡിസ്കഷൻസ്, അതിൽ അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. വീണ്ടും ഞാൻ ഒന്ന് ചെക്ക് ചെയ്തോളാം. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്. ഏതായാലും ഈ കേസ് അതുകൊണ്ട് മാത്രം നിൽക്കില്ലല്ലോ ശ്രീ ജയൻ. എന്താണെന്നറിയുമോ, ഇപ്പോ നമ്മൾ മുമ്പേ ഷോൺ ജോർജിന്റെ വോയിസ് ക്ലിപ്പ് ഓഡിയോ തന്നെ വീഡിയോ തന്നെ കണ്ടല്ലോ. അതിൽ അദ്ദേഹം പറയുന്നത് എന്താ, ഇതിൽ ഉൾപ്പെട്ട ആരൊക്കെ ഉണ്ടോ അവരൊക്കെ ഇതിലേക്ക് വരണം, അവരൊക്കെ അന്വേഷണത്തിന്റെ പരിധിയിൽ വരണം. അത് വരട്ടെന്നേ, ഇതെല്ലാവരും വരണം. കോൺഗ്രസ് നേതാക്കളായിട്ടുള്ളവരുടെ, ലീഗ് നേതാക്കളായിട്ടുള്ളവരുടെ ഒക്കെ പേര് ചുരുക്കപ്പട്ടികയായിട്ട് അവിടെ പറയുന്നുണ്ടെങ്കിൽ, മാധ്യമ സ്ഥാപനങ്ങളുടെ ഉടമകൾ അതിനകത്ത് വരുന്നുണ്ടെങ്കിൽ, ആരാധനാലയങ്ങളുടെ കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ടെങ്കിൽ അവരെയൊക്കെ ചേർത്ത് വേണം ഈ കേസ് അതിന്റെ ഇവരുടെ രാഷ്ട്രീയ താല്പര്യത്തിന്റെയും മറ്റു താല്പര്യങ്ങളുടെയും ഒക്കെ അനുബന്ധമായിട്ട് അവിടെ കൊണ്ടുവരാനായിട്ട് കോടതിയിൽ. ആ കാര്യങ്ങൾ കോടതിയിൽ വിശദമായിട്ട് തന്നെ വരേണ്ടതുണ്ട്. വരുമെങ്കിൽ നല്ലത്. അങ്ങനെ നിങ്ങളുടെ നേതാക്കൾ തന്നെ അതിന് സമ്മതിക്കുമെന്നൊക്കെയുള്ള വേറെ കാര്യമാണ്.
അതിരിക്കട്ടെ. എന്തായാലും നിയമത്തിന്റെ വഴിക്കാണ് പോകുന്നതെങ്കിൽ ആ തരത്തിൽ തന്നെ കേസ് കോടതിയിൽ പുട്ടപ്പ ചെയ്യേണ്ടി വരും. അങ്ങനെയാണോ കോടതിയിൽ വരിക എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാമല്ലോ. ഇതിന്റെ അകത്ത് CPIM-നോ മുഖ്യമന്ത്രിക്കോ മുഖ്യമന്ത്രിയുടെ മകൾക്കോ വേവലാതി ഇല്ല എന്നാണ് അവർ ആവർത്തിച്ച് വ്യക്തമാക്കാൻ ശ്രമിക്കുന്നത്. പിന്നെ ഒരു പ്രശ്നം കൂടെ ഉള്ളത്, എല്ലാ ചർച്ചകളിലും ചോദിക്കുന്ന അല്ലെങ്കിൽ പൊതു മണ്ഡലത്തിൽ മുഴങ്ങി കേൾക്കുന്ന ചോദ്യം, ധാർമ്മികമായി നിങ്ങൾ എന്ത് നിലപാട് സ്വീകരിക്കും? CPM നേതാക്കളോടുള്ള ചോദ്യമാണ്. ചിലപ്പോഴൊക്കെ മുഖ്യമന്ത്രിയോട് തന്നെയുള്ള ചോദ്യമാണ്. നിയമപരമായി നിങ്ങൾ അതിനകത്ത് പ്രതിപട്ടികയിലില്ല, സമ്മതിച്ചു. ധാർമ്മികമായി നിങ്ങൾക്ക് ഉത്തരവാദിത്വമില്ലേ? അതാണ്. അപ്പൊ രാഷ്ട്രീയത്തിൽ മോറൽ വാല്യൂസിന് വലിയ വലിയ ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് വ്യാജമായി പറയുകയാണിത്. ഇല്ലെന്നുള്ളത് എല്ലാവർക്കും അറിയാം. രാഷ്ട്രീയത്തിന്റെ വഴിക്കാണ് പോകുന്നത്, മോറൽ വാല്യൂസ് അതിന്റെ വഴിക്കുമാണ് പോകുന്നത്. പക്ഷെ എങ്കിലും പറയുമ്പോൾ ചോദ്യം ഇതാണ്. ആ ചോദ്യത്തിന്റെ ഭാഗമായിട്ടാണ് മുഖ്യമന്ത്രി മറുപടി പറയണം. ഇന്ന് വാർത്താ സമ്മേളനത്തിലും പിന്നെ നമ്മുടെ ഒരു ജേർണലിസ്റ്റ്, വിമൻ ജേർണലിസ്റ്റ് അങ്ങനെയാണല്ലോ ചോദിച്ചത്, മുഖ്യമന്ത്രിക്കെതിരെ ഇങ്ങനെ ആരോപണം ഉണ്ടാകുമ്പോൾ ഞങ്ങള് അങ്ങയുടെ വാർത്താ സമ്മേളനത്തിൽ വരുമ്പോ ഇവിടെ അല്ലേ ഇത് ചോദിക്കേണ്ടത് എന്ന് ചോദിക്കുകയാണ്. ശരിയാണ്, ആ ചോദ്യം ചോദിക്കാനാണ് ജേർണലിസ്റ്റുകളുടെ ബാധ്യത. അതാണെന്നേ, അത് നമ്മൾ ചെയ്തു പോരുന്നത് ഇത് തന്നെയാണ്. അപ്പം മുഖ്യമന്ത്രിയെ പോലുള്ള അതിനകത്ത് മറുപടി പറയാനും ബാധ്യസ്ഥരാണ് ഒരു പരിധി വരെ. ആ പരിധിയിൽ നിന്നാണ് അദ്ദേഹം പറഞ്ഞത്, ഇത്രയുമേ എനിക്ക് പറയാൻ കഴിയൂ, ബാക്കി കോടതി കിടക്കുന്ന കാര്യമാണ്, അത് കോടതി തീരുമാനിക്കട്ടെ എന്നുള്ള രീതി പറയുന്നത്.